നമസ്കാരം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എക്കാലത്തും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കോപ്പ് കൂട്ടിയിട്ടുള്ള നേതാവാണ് ശശി തരൂർ. ആ വിഷയത്തിൽ ആർക്കും അർത്ഥശങ്കകൾക്ക് ഇടയില്ലാത്തൊരു കാര്യമാണ്. നമുക്കറിയാം, പല വിഷയങ്ങളിലും ഏറ്റവും അവസാനം മോദിയുമായി ചായ കുടിച്ചുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലടക്കം പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിലടക്കം പലതരത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊന്നും തരൂർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്ത, രാഹുൽ ഗാന്ധി നടത്തുന്ന യുവാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഇന്നലെ യു പിയിലും ബീഹാറിലൊക്കെ വെച്ച് നടന്ന പല കൂടിക്കാഴ്ചകളിലും തരൂർ രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞു എന്നുള്ള രീതിയിലാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: യുവാക്കളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും യുവാക്കൾക്കുള്ള കാര്യങ്ങൾ ക്രോഡീകരിക്കുന്നതിലും കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിനോട് ഞാനും എൻ്റെ പേഴ്സണൽ വ്യക്തിപരമായ അഭിപ്രായം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ കോൺഗ്രസ്സിനാണ് യുവാക്കളുടെ കൂടെ നിന്ന് കോൺഗ്രസ് യുവാക്കളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ കിട്ടാനും കോൺഗ്രസ്സിന് സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കാണേണ്ടത് ബീഹാറിൽ നടന്ന ബൈ ഇലക്ഷനിലായിരുന്നു. പക്ഷേ അവിടെ പ്രശാന്ത് കിഷോറാണ് ജയിച്ചത്. 19,324 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രശാന്ത് കിഷോർ എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ ചാണക്യതന്ത്രൻ, വെറും 7 മാസം മാത്രം പ്രായമുള്ള ജൻസൂരജ് എന്നറിയപ്പെടുന്ന പാർട്ടിയുമായി അദ്ദേഹം ജയിച്ചു കയറി എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായിട്ട് അറ്റൻഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. യുവാക്കളുടെ വോട്ടുകൾ ക്രോഡീകരിക്കുന്നതിനോ അല്ലെങ്കിൽ യുവാക്കളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് രാഹുൽ ഗാന്ധി പലതരത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, പലതരത്തിൽ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. പക്ഷേ അത് പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് തരൂർ പറഞ്ഞത്. അക്കാര്യത്തോട് ഞാനും പൂർണ്ണമായി യോജിക്കുന്നു. അപ്പം ഇത്തരത്തിൽ തരൂർ ഇക്കാര്യങ്ങൾ പറയുമ്പോൾ തരൂരിനെതിരെ പലതരത്തിലുള്ള ആക്ഷേപം മുമ്പും പല ഘട്ടങ്ങളിലായി വന്നിട്ടുണ്ട്. തരൂർ ഒരു BJP ഏജൻ്റാണ് എന്നുള്ള നിലയിലടക്കം. കാരണം പല വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിലും ഇന്ത്യയുടെ നിലപാട് പറയിക്കാൻ പോകുന്നതിൽ കോൺഗ്രസിനോട് പോലും കൂടി ആലോചിക്കാണ്ട് തീരുമാനമെടുത്ത പട്ടികയിൽ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് നേതാവ് തരൂറിൻ്റെ പേരും ഉണ്ടായിരുന്നു. അന്നത് വലിയ തരത്തിൽ വിവാദങ്ങളായിരുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിക്കൊണ്ട് എന്തിനാണ് തരൂറിനെ അതിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തരൂർ കോൺഗ്രസിൽ നിന്നും പെർമിഷൻ ചോദിക്കണമായിരുന്നു എന്നുള്ള തരത്തിൽ. പക്ഷേ തരൂർ ആ വിഷയത്തിലൊന്നും ഇടപെടാനേ നിന്നില്ല. തരൂർ കൃത്യമായിട്ട് പല രാജ്യത്ത് പോവുകയും ഇന്ത്യയുടെ താല്പര്യങ്ങൾ എന്താണെന്നുള്ളത് ആ രാജ്യങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ അന്ന് തന്നെ വലിയ തരത്തിലുള്ള രോക്ഷം തരൂറിനെതിരെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ലീഗ് നടത്തിയ കോഴിക്കോട്ട് കടപ്പുറത്തെ പരിപാടിയിൽ കൃത്യമായി നടത്തിയ പരിപാടിയിൽ ഹമാസിനെതിരെ അതിരൂക്ഷമായി കടന്നു കയറിയിട്ടുള്ള ആക്രമണം തരൂർ നടത്തുന്നു. അന്നും ഇത് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോയിരുന്നു. അപ്പം എക്കാലത്തും കോൺഗ്രസിനുള്ളിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണികളിലും വലിയ തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ച നേതാവാണ് തരൂർ എന്നുള്ള വിഷയത്തിൽ ചർച്ചകൾക്ക് വേണ്ടാത്തൊരു കാര്യമാണ്. ഇപ്പം രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ ഇലക്ഷന് ശേഷം AICC പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ള ചർച്ചയ്ക്ക് വലിയ തരത്തിലുള്ള സ്വാധീനമുണ്ടായിരുന്നു. അന്ന് ഈ ചർച്ച നടന്നപ്പം മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ച നേതാവ് കൂടിയാണ് തരൂർ. 1000-ഓളം വോട്ടുകളെ കിട്ടിയുള്ളൂ. എന്നിരുന്നാൽ പോലും അദ്ദേഹം അന്ന് ആദ്യമായിട്ട് മത്സര രംഗത്ത് ഇറങ്ങി എന്നുള്ളതും ജയിച്ചിട്ടില്ലെങ്കിലും കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിൽ ജനാധിപത്യ രീതികളുണ്ട് എന്നുള്ളത് പരസ്യമായി തെളിയിക്കാനും തരൂർ അന്ന് സാധിച്ചിരുന്നു. ജയിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല, അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ കൃത്യമായിട്ടുള്ള കോൺഗ്രസിനൊരു റിബലായിട്ട് അദ്ദേഹം അന്ന് തന്നെ വന്നിരുന്നു. തിരുത്തൽവാദി പ്രക്രിയ എന്നറിയപ്പെടുന്ന, എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പലപ്പോഴും തോൽക്കാനുള്ള കാരണം കാലത്തിനനുസരിച്ച് കോൺഗ്രസ് പലപ്പോഴും മാറാറില്ല. ഇപ്പോൾ ഗുലാം നബി ആസാദിനെ പോലെയുള്ള പല നേതാക്കന്മാരുടെയും കപിൽ സിബൽ അടക്കമുള്ള പല ഉന്നതരും ലാസ്റ്റ് കോൺഗ്രസ് വിട്ട് SP-യിലോട്ടും അല്ലെങ്കിൽ പലതരത്തിലുള്ള പാർട്ടികളിലോട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ പിടിപ്പുകേടാണ്. ഈവൻ മമതാ ബാനർജിയെ പോലത്തെ നല്ല നേതാക്കന്മാരെ കൃത്യമായിട്ട് കൂടെ കൂട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നും ബംഗാൾ കൃത്യമായിട്ട് കോൺഗ്രസിന് കയ്യിലാക്കാമായിരുന്നു. അപ്പം ഇത്തരത്തിൽ പല നേതാക്കന്മാരെയും കോൺഗ്രസ് കൈവിട്ടതാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു ഏകാധിപത്യ പ്രവണതയാണ്. പല രാഷ്ട്രീയക്കാരും കോൺഗ്രസിൽ നിന്ന് മാറിപ്പോവുകയും സ്വന്തമായി പാർട്ടി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ BJP-യിലോട്ട് പോവുകയോ പിന്നീട് അവിടെ ചേക്കേറുകയും അവിടെ നിന്ന് രാഷ്ട്രീയ ഇമേജ് ഉണ്ടാക്കും, അവിടെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ എക്കാലത്തും കോൺഗ്രസ് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് തിരുത്തലാവാൻ തയ്യാറാവാറില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കുള്ള ഈ ഒരു വിമർശനം തരൂർ പറഞ്ഞത് താൻ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല പറഞ്ഞത്. ഇതിനെ വളച്ചു തിരിച്ച് മാധ്യമങ്ങളെല്ലാം ഇത്തരത്തിലാക്കിയെടുത്തതാണ്. താൻ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല പറഞ്ഞത് എന്നുള്ളത് അദ്ദേഹം പറയുന്നു. എന്നിരുന്നാൽ പോലും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദം അദ്ദേഹത്തിനെതിരെ എക്കാലത്തും വന്നിട്ടുണ്ട്. അതിപ്പം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലത്തായാലും അതല്ലാണ്ടെയും പലതരത്തിലടക്കം വന്നിട്ടുണ്ട്.
ഇതേ സമയം തന്നെ പല വിഷയങ്ങളിൽ തരൂർ BJPക്കെതിരെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ശശി തരൂർ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഒറ്റക്കെട്ടാണെന്ന് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിയും കണ്ടിട്ടും വിഷയത്തിൽ മൗനം പാലിക്കുന്നു എന്നുള്ള തരത്തിലെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് വിരൽ ചൂണ്ടി പറഞ്ഞിരുന്നു. അപ്പം BJPക്കെതിരെ പല രീതിയിൽ അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള മത്സരം, വൈസ് പ്രസിഡന്റ് പോസ്റ്റിലോട്ടുള്ള മത്സരത്തേക്ക് താൻ മത്സരിക്കുന്നില്ലെന്നും BJPയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയിലേക്കും താൻ വരുന്നില്ല എന്നുള്ളത്. കാരണം ഉപരാഷ്ട്രപതി ഇലക്ഷൻ്റെ സമയത്ത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായ ഒന്നായിരുന്നു തരൂറായിരിക്കും BJPയുടെ ഉപരാഷ്ട്രപതി കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. തരൂറിനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ള സാധനങ്ങളെല്ലാം അന്ന് മാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ച വന്നായിരുന്നു. തരൂർ അതിനെ നഖശിഖാന്തരം എതിർത്തു. തനിക്ക് അങ്ങനെയുള്ളൊരു പോസ്റ്റ് വേണ്ട, താൻ അന്നും ഇന്നും എന്നും കോൺഗ്രസ്സുകാരനായിരിക്കുമെന്ന് തരൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഹിന്ദു പാകിസ്ഥാൻ പരാമർശം, BJP അധികാരത്തിൽ എത്തിയാൽ വീണ്ടും ഇന്ത്യ ഒരു ഹിന്ദു പാകിസ്ഥാനാക്കി മാറ്റുമെന്ന് തരൂർ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പം കൃത്യമായിട്ട് BJPക്കെതിരെ ഒരു എന്താ പറയുക അടിച്ചമർത്താൻ അല്ലെങ്കിൽ BJPക്കെതിരെ രൂക്ഷമായ പോർമുനകൾ കൊണ്ടുവരാനും തരൂർ കൃത്യമായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ഈ പറഞ്ഞ പോലെ BJPയെ പല ഘട്ടങ്ങളിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടെടുക്കുമ്പോഴും മറുവശത്ത് പല കാര്യങ്ങളിലും തൻ്റെ ബുക്കുകളിലും അല്ലാണ്ടെയും പല പ്രോഗ്രാമുകളിലും കൃത്യമായി BJPക്കെതിരെയുള്ള പരാമർശങ്ങളും അദ്ദേഹം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തരൂറിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ പല ആൾക്കാരും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഈ 2024 ലോക്സഭാ ഇലക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഇനി മത്സരിക്കില്ല എന്നുള്ളതും അദ്ദേഹം BJPയിലോട്ട് പോകുമെന്നുള്ളതും തുടർന്ന് 2026 ഇലക്ഷനിൽ അദ്ദേഹം കേരളത്തിൽ നിന്ന് മത്സരിക്കുമെന്നുള്ളതും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല BJPയുടെ മുഖ്യമന്ത്രി മുഖമായിട്ട് ഒരു തരൂർ വരും എന്നുള്ള തരത്തിലെല്ലാം രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ അന്നേ ഉണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും അദ്ദേഹം തന്നെ തിരുവനന്തപുരത്ത് MP ആയി രാജീവ് ചന്ദ്രശേഖരനോട് ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും അദ്ദേഹം വിജയിച്ചു. അപ്പം ഇത്തരത്തിൽ വലിയ തരത്തിൽ വിവാദങ്ങൾക്കിടയാക്കിയ അല്ലെങ്കിൽ വിവാദങ്ങളുടെ നായകനാണ് എന്നും തരൂർ. ആ തരൂറാണ് ഇപ്പോൾ BJPയിലോട്ട് പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. കോൺഗ്രസുമായിട്ടും വീണ്ടും കൊമ്പ് കോർക്കുന്നു. ഒരു നീണ്ട കാലയളവിന് ശേഷം ഒരു സമാധാനം അവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസിനുള്ളിൽ തരൂറും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നം ഒരു പരിധിവരെ രാഹുൽ ഗാന്ധി അടക്കം നേരിട്ട് ഇടപെട്ട് സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയായിരുന്നു. ഇപ്പോൾ വീണ്ടും തരൂർ വിവാദ നായകനാകുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തരൂറിൻ്റെ ചോദ്യചിഹ്നം, തരൂർ എങ്ങോട്ടാകും പോവുക എന്നുള്ള ചോദ്യചിഹ്നം വീണ്ടും പ്രസക്തമാവുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എന്തായിരിക്കും തരൂറിൻ്റെ നിലപാടെന്നുള്ളതും. തരൂർ ഈ പറഞ്ഞത് കോൺഗ്രസിനെ നന്നാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാകുമോ, അതല്ല BJPയിലോട്ടുള്ള പോക്കിൻ്റെ ഒരു സൂചകമെന്നോളം മാത്രമാണോ ഈ സാധനം എന്നുള്ളതെല്ലാം വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.